Hello my dear students, welcome to our channel Teacher at Home. Now we can start the chapter Attraction and Repulsion. This is the 7th chapter of this book. So we can start the lesson. Whenever there is a strong wind, the front door of Ninu's house usually bangs against a wall. അതായത് നല്ലോണം കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുൻവശത്തെ വാതിൽ എന്താവും ചുമരിൽ പോയിട്ട് ഇടിക്കും അല്ലേ? Ninu and her brother managed to get some objects and they fixed them on the portion connecting the wall and the door. So what did the Ninu and her brother do? നീനും ബ്രദർ എന്താ ചെയ്തത്? അവര് ഏതെങ്കിലും ഒരു സാധനം അതിൽ ഘടിപ്പിച്ചിട്ട് എന്താണ് ഈ ഷട്ട് ചെയ്യണത് പ്രോസസ് ഒന്ന് നിർത്താൻ വേണ്ടി നോക്കി അല്ലേ? Now if the door is open, it remain close to the wall itself. അപ്പൊ ഡോർ ഓപ്പൺ ചെയ്താലും എന്താണ് അത് വാളിന്റെ അടുത്ത് ചുമരിന്റെ അടുത്ത് തന്നെ വന്ന് നിന്നോളും. The door does not bang against the wall when the wind blows. ഇപ്പൊ കാറ്റടിച്ചാലും എന്ത് ചെയ്യില്ല, വാതില് പോയി അടയില്ല. Having noticed this, their mother asked, "What trick have you done? Have you both done there?" അപ്പൊ ഇത് കണ്ടിട്ട് അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് സൂത്ര അവിടെ അപ്ലൈ ചെയ്തത്? Yes, what might have they done? അവരെന്താ ചെയ്തിട്ടുണ്ടാവുക? Can you suggest any method using the objects mentioned below? അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഈ താഴെ തന്നിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും മെത്തേഡാണ് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സെറ്റ് 1 വുഡൻ ബ്ലോക്ക് ആൻഡ് ഗം അല്ലെ, മരക്കഷ്ണവും പശയും. സെറ്റ് 2 മാഗ്നറ്റ് അയൺ പീസ്, കാന്തവും ഏതെങ്കിലും ഒരു ഇരുമ്പ് കഷ്ണവും. സെറ്റ് 3 2 മാഗ്നറ്റ്സ്, 2 മാഗ്നറ്റുകൾ. സെറ്റ് 4 ബ്രിക്സ്, കല്ല്. മാഗ്നറ്റ് ദാറ്റ് അട്രാക്ട്. ഹാവ് യു ഹേർഡ് ഓഫ് മാഗ്നറ്റ്സ്? കാന്തത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് ഡു യു നോ അബൌട്ട് ദിം? അതിനെപ്പറ്റി എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്? Magnets attract certain objects. Which are they? Magnet എന്ത് ചെയ്യും, കാന്തം എന്ത് ചെയ്യും, ചില വസ്തുക്കളെ അത് ആകർഷിക്കും. ഏതൊക്കെയാ അത്? Let's try these activities. നമുക്കറിയാം അല്ലെ, ആണികള്, മുട്ടുസൂചികള്, ഇരുമ്പുള്ളതെല്ലാം മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. Bring pins, blades, safety pins and an iron nail close to the magnet. See what happens. അപ്പൊ it is a habit. I think it's a habit of the small children, in the sense 6th standard students also include in that. അപ്പൊ അവരുടെ ഹാബിറ്റ് എന്തായിരിക്കും, ഒരു ചെറിയ മാഗ്നറ്റ് കൊണ്ടുവന്നിട്ട് ഈ മണൽത്തരിയുടെ അവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കണ കണ്ടിട്ടില്ലേ? അപ്പൊ ചില അയൺ പാർട്ടിക്കിൾസ് അതിൽ സ്റ്റിക്ക് ചെയ്യും. അതുപോലെ മാഗ്നറ്റ് കൊണ്ട് ഈ മുട്ടുസൂചി, ഇരുമ്പുള്ള സാധനങ്ങളിലൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരിക്കും അല്ലെ അതിനോട്. Those that attract and those that do not. അപ്പൊ ചിലത് അട്രാക്ട് ചെയ്യും, പക്ഷെ ചില സാധനങ്ങൾ അട്രാക്ട് ചെയ്യില്ല. From the given list, find out those which are attracted by the magnet. അപ്പൊ ഈ ലിസ്റ്റിൽ നിന്നും ഏതൊക്കെയാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യണതും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്തതും എന്ന് നോക്കുക. മെറ്റീരിയൽസ് റിക്വയർഡ്. അപ്പൊ ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണ്? ഹിഞ്ചസ്, ഡിഫറെന്റ് കോയിൻസ്, സ്ക്രൂ ഡ്രൈവർ, കോമ്പസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, യൂട്ടൻസിൽ, അലുമിനിയം വയർ, കോപ്പർ വയർ, പെൻ, റബ്ബർ, ഗ്ലാസ് പീസ്, സ്പൂൺ, ജം ക്ലിപ്പ്, പ്ലാസ്റ്റിക്. അപ്പൊ ഇത്രയും സാധനമാണ് എന്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. ടാബ്ലറ്റ് യു ഫൈൻഡിങ് ഇൻ ദ സയൻസ് ഡയറി. ദോസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് അല്ലെ, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യണതും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത സാധനങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് എഴുതണം. അട്രാക്ട് ചെയ്യണത് എന്തൊക്കെ പെടും ഇതില്? സി സ്പൂൺ, then screw driver, different coins also, hinges, etc. Those other than this, it include the plastic, glass piece, rubber, pen. It won't attract. You may expand the table by examining the objects in a this table can be expanded അല്ലെ. ഇത് ടേബിൾ എക്സ്പാൻഡ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. There are many objects that are attracted by the magnet. What are they made of? അപ്പൊ ഇത് കൂടാതെ വേറെ കുറെ സാധനങ്ങളുണ്ട് മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്തത് അല്ലെ. ഏതൊക്കെയാ അത്? Substances attracted by magnet are magnetic substances and those not attracted are known as non-magnetic substances അല്ലെ. മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്നതിന് മാഗ്നറ്റിക് എന്നും പറയും. പിന്നെ വിച്ച് ആർ നോട്ടിന് എന്താ പറയാ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും. അയൺ, നിക്കിൾ, കൊബോൾട്ട് ആൻഡ് സ്റ്റീൽ ആർ. അയണും നിക്കിളും കൊബോൾട്ടും സ്റ്റീലും എന്തൊക്കെയാണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. സ്റ്റോറി ബിഹൈൻഡ് ദ ഡിസ്കവറി ഓഫ് മാഗ്നറ്റ്. അപ്പൊ മാഗ്നത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. എ ഗ്രീക്ക് ഷെപ്പേർഡ് നെയ്മഡ് മാഗ്നസ് was grazing his sheep on a hilly area holding a stick in his hand. അപ്പൊ those who grazing the sheep അല്ലെ, ചെമ്മരിയാടുകളെ മേയ്ക്കുന്ന ആള് എന്താ പറയാ നമ്മള്? ഷെപ്പേർഡ്. അപ്പൊ നെയ്മഡ് മാഗ്നസ്.
അയാൾ എന്തായാലും ഒരു ഹില്ലി ഏരിയയിൽ ഒരു വടിയും പിടിച്ചിട്ട് നടക്കുകയാണ്. By climbing a rock, he felt that his stick had gone stuck to the rock. അപ്പൊ ഇത് ഒന്ന് പോണ സമയത്ത് ഇയാൾ എന്താ നോട്ടീസ് ചെയ്യുക? അയാളുടെ വടി വന്നിട്ട് ഒരു കല്ലില് സ്റ്റിക്ക് ചെയ്ത പോലെ തോന്നും. ഇറ്റ് വാസ് എ പീസ് ഓഫ് അയൺ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റിക്ക്, അല്ലെ? ഒരു അയൺ പീസ്, ആ വടിയുടെ അറ്റത്ത് ഒരു അയൺ പീസ് ഉള്ള പോലെ തോന്നും. ഇറ്റ് വാസ് അട്രാക്റ്റഡ് ബൈ ദ റോക്ക്, എന്ത് കല്ലുമായിട്ട് അട്രാക്ട് ചെയ്ത പോലെ തോന്നും. ദ റോക്ക് വാസ് നത്തിങ് ബട്ട് ലോഡ് സ്റ്റോൺ. ആ കല്ല് എന്ന് പറയുന്നത് ഒന്നുമല്ല, വേറെ എന്താണ്? ലോഡ് സ്റ്റോൺ ആണ്. കേപ്പബിൾ ഓഫ് അട്രാക്ടിങ് അയൺ, അയണിനെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു സാധനമായിരുന്നു. ദ ഗ്രീക്സ് ലേറ്റർ സ്റ്റാർട്ടഡ് കോളിംഗ് സച്ച് റോക്സ് ആസ് മാഗ്നറ്റിക്. അപ്പൊ ഗ്രീക്കുകാർ അതിനെ എന്ത് വിളിക്കാൻ തുടങ്ങി? മാഗ്നറ്റിക് എന്ന് വിളിക്കാൻ തുടങ്ങി. These are named magnets. These are natural magnets. ഇതൊക്കെയാണ് നാച്ചുറൽ മാഗ്നറ്റ്സ്. ലേറ്റർ ഓൺ മാഗ്നറ്റ്സ് were made using iron, steel. പിന്നെന്താണ്? മാഗ്നറ്റ് എന്തായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി? അയണും സ്റ്റീലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് നമ്മൾ എന്താ പറയാ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്, പലതരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട്. ഏതൊക്കെയത്? ആർ ഓൾ മാഗ്നറ്റ്സ് ഓഫ് സെയിം സൈസ് ആൻഡ് ഷേപ്പ്. എല്ലാ മാഗ്നറ്റും ഒരേ സൈസും ഷേപ്പ് ആണ്. ഡു യു ഹാവ് എ മാഗ്നറ്റ്? നിങ്ങൾക്ക് മാഗ്നറ്റ് ഉണ്ടോ? വാട്ട് ഈസ് എ ഷേപ്പ്? എന്താണ് അതിന്റെ ഷേപ്പ്? ലെറ്റ്സ് ഫെമിലൈസ് ourselves with a different type of magnet. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള മാഗ്നറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. എക്സാമിൻ ദ ഫിഗർ ഷോയിങ് സം കോമൺ മാഗ്നറ്റ്സ് ഇൻ യൂസ്, അല്ലെ? സാധാരണയായി യൂസ് ചെയ്യണ മാഗ്നറ്റിനെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം. ഏതൊക്കെയാ അത്? ബാർ മാഗ്നറ്റ് ഉണ്ട്, യു മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, ആർക്ക് മാഗ്നറ്റ്, ദെൻ സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കണ്ട മാഗ്നറ്റുകൾ. വിച്ച് among these have you seen? ഇതിൽ ഏതൊക്കെയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക? Magnets are made using alnico. Magnet എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? Alnico. Alnico means aluminum, nickel and cobalt. Then substances like neodymium and samarium are also used for making magnets. അപ്പൊ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ്? നിയോഡിമിയം, സമറിയം. അതെന്താണ്? used for making magnets. Uses of magnets. What are the different purposes for which magnets are used? അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യാറ്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പീക്കേഴ്സ് ഇൻ TV. അല്ലെ? സൗണ്ട് എങ്ങനെ സ്പീക്കറിൽ സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക? സ്പീക്കർ ആണ്, അല്ലെ? സ്പീക്കർ ഇൻ TV, റേഡിയോ, മൈക്ക് സെറ്റ്, അതൊക്കെയാണ്. മാഗ്നറ്റ് ആർ യൂസ്ഡ് ഇൻ സ്പീക്കേഴ്സ്, അല്ലെ? അപ്പൊ സ്പീക്കറിൽ നമ്മൾ എന്താ യൂസ് ചെയ്യണത്? മാഗ്നറ്റ് ആണ്. ദിസ് ആർ മാഗ്നറ്റ് ഇൻ മൊബൈൽ ഫോൺ ആൻഡ് ഹെഡ്ഫോൺസ് ടു. അപ്പൊ മാഗ്നറ്റ് ഏതിലൊക്കെ ഉണ്ട്? മൊബൈൽ ഫോണിലും ഹെഡ്ഫോൺസിലും ഉണ്ട്. ഫൈൻഡ് ഔട്ട് മോർ ഡിവൈസസ് ദാറ്റ് യൂസ് മാഗ്നറ്റ് ആൻഡ് ടാബ്ലറ്റ്. അപ്പൊ ഇനി കുറച്ചുകൂടെ ഡിവൈസസ് കണ്ടുപിടിക്കുക ഇത് മാഗ്നറ്റ് യൂസ് ചെയ്യണത്. What may be the reason for keeping big speakers in sound boxes and small one in headphones? അപ്പൊ എന്തുകൊണ്ടാവും വലിയ സ്പീക്കർ സൗണ്ട് ബോക്സിലും ചെറിയ സ്പീക്കർ എന്ത് ഹെഡ്ഫോൺസിലും? Do both the speakers need sounds of the same loudness? അല്ലെ? ലൗഡ്നെസ് സെയിം ആവില്ല. ഇൻ സ്പീക്കറും പിന്നെന്താണ് ഹെഡ്ഫോൺസിലും വേറെ വേറെയാണ് സൗണ്ട് ബോക്സ്. What a person addresses. When a person addresses a crowd, which speaker would be ideal? അപ്പൊ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് സ്പീക്കർ ആവും നല്ലത്? ലൗഡ് സ്പീക്കർ would be more effective. Why do magnets differ in shape? എന്തുകൊണ്ടാണ് കാന്തം വ്യത്യസ്ത ഷേപ്പിൽ ആകൃതിയിൽ ഉണ്ടാവുന്നത്? We had learned the shape of magnets used in speakers. അപ്പൊ സ്പീക്കറിലൊക്കെ യൂസ് ചെയ്യണ മാഗ്നറ്റിന്റെ ഷേപ്പിനെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചു, അല്ലെ? Take a look at the figure showing the magnet used in mini motor. അപ്പൊ ഇപ്പൊ എന്താ നമ്മൾ കാണേണ്ടത്? Showing the magnet used in mini motors. Certain magnets are being used that we have to find out. What may be the reason behind the difference in shape and size of the magnet? What is the reason? For big one we are using the big magnets. For small one, it is the purpose, that is for which purpose we are using it. It will vary in size. The shape and size of magnets differ according to the device in which they are placed. Arc-shaped magnets or ring magnets are used in many motors. അപ്പോൾ ഓരോ മാഗ്നറ്റ്സിന്റെയും ഉപയോഗത്തിനനുസരിച്ചിട്ട് എന്തുണ്ടാവും? അതിന്റെ ഷേപ്പും സൈസും വ്യത്യാസപ്പെടുത്തിയിരിക്കും. In arc-shaped magnets or ring tube magnets, these are the two magnets being used in the mini motors. അപ്പോൾ മിനി മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർക്ക് മാഗ്നറ്റും റിംഗ് ട്യൂബ് മാഗ്നറ്റ്സ് ആണ്. When magnets attract, is the attractive force the same on all sides of the magnet? അട്രാക്റ്റീവ് ഫോഴ്സ് എല്ലാ മാഗ്നറ്റിലും ഒരേപോലെയാണോ? അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. മെറ്റീരിയൽസ് റിക്വയർഡ്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദിസ്? അയൺ ഡസ്റ്റ്, മാഗ്നറ്റ്സ് ഓഫ് ഡിഫറെന്റ് ഷേപ്പ്, തിൻ പ്ലാസ്റ്റിക് പേപ്പർ, പോളിത്തീൻ പേപ്പർ, എ ചാർട്ട് പേപ്പർ ഓഫ് A4 സൈസ്. അപ്പൊ എന്തൊക്കെയാ സാധനങ്ങൾ നമുക്ക് ആവശ്യമായത്? അയൺ ഡസ്റ്റ്, അല്ലെ? തുരുമ്പിന്റെ പൊടി. പിന്നെ മാഗ്നറ്റ്സ് ഓഫ് ഡിഫറെന്റ് ഷേപ്പ് ഓഫ്
പലതരത്തിലുള്ള കാന്തങ്ങൾ, പിന്നെ thin plastic paper, then polythene paper and chart paper. To collect the iron dust എവിടുന്ന കളക്ട് ചെയ്യുക? We have to collect from the surroundings. Wrap a magnet using cloth or paper and drag it along the soil of the courtyard. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കടലാസ് വെച്ചിട്ട് അതിന്റെ മേലെ കാന്തം വെച്ചിട്ട് മണൽ തരികളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. What will you see? All the iron particles will be stick on the paper which we are carrying. അല്ലേ? Don't you see a black powder sticking to it? Does it not prove that there are substances on the earth that are attracted by the magnets? അപ്പൊ ഇതെന്താണ്? നമ്മുടെ എർത്തിൽ എന്തുണ്ട്? മാഗ്നറ്റിന്റെ particles are being present. Likewise, we can collect iron dust from workshops, especially അപ്പൊ iron ഇരുമ്പിന്റെ ഇത് വർക്ക് ചെയ്യണ സ്ഥാപനങ്ങളില്ലേ, അതിലൊക്കെ വർക്ക്ഷോപ്സ്, ആ വർക്ക്ഷോപ്സിലും നമ്മൾ ഇതേ സെയിം പ്രൊസീജിയർ if we are doing, we get iron particles being easily sticked. It is difficult to separate iron powder that is stick to a magnet. അപ്പൊ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാഗ്നറ്റ് കൊണ്ടാണ് ചെയ്യണതെങ്കിലോ എല്ലാ അയൺ പാർട്ടിക്കിൾസും അതിൽ സ്റ്റിക്ക് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് അയൺ പാർട്ടിക്കിൾ സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. That is why it is advised to wrap the magnet before collecting iron powder. അതുകൊണ്ടാണ് ഈ കടലാസ് വെച്ച് ചെയ്യാൻ സജസ്റ്റ് ചെയ്യണത്. Then second activity, sprinkle iron dust loosely on the chart paper. Suspend a bar magnet using a thread and bring it near the iron dust. So what we have to do it is, let us suspend a bar magnet. ഒരു bar magnet എന്ത് ഉപയോഗിച്ചിട്ട്? using a thread. എന്നിട്ട് ഈ iron particlesന്റെ അടുത്ത് കൊണ്ടുവരിക. Does the iron particles stick evenly on all sides of the magnet? ഈ മാഗ്നറ്റിന്റെ എല്ലാ ഭാഗത്തും ഈ iron particles stick ചെയ്യോ? No. In which part it is sticking more? ഏത് ഭാഗത്താവും അത് ഏറ്റവും കൂടുതൽ stick ചെയ്യുക? In which part is less? ഏത് ഭാഗത്താവും? In the north and south direction it will be sticking most, and in less compared to the middle portion. End portion of a magnet where magnetic force is strongly felt are the poles of the magnet. അല്ലെ? End points നമ്മൾ എന്താ പറയുക? Poles of the magnet. Do all magnets have poles? എല്ലാ മാഗ്നറ്റും poles ഉണ്ട് അല്ലെ? That is the north and south direction. Repeat the above activity using magnets of different shape such as circular magnet, ring magnet and U magnet. അപ്പോൾ നമ്മളിപ്പോൾ 3 തരത്തിലുള്ള മാഗ്നറ്റ് കണ്ടു അല്ലെ? ഏതൊക്കെയാണ്? സർക്കുലർ മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ് ആൻഡ് യു മാഗ്നറ്റ്. ഇതും വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. And this has to be recorded in your science diary. When a magnet is suspended, ഒരു മാഗ്നറ്റ് തൂക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? Does a freely suspended magnet remain in one particular direction always? അപ്പൊ നമ്മളിപ്പോ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മാഗ്നറ്റ്. അപ്പൊ എപ്പോഴും അത് ഒരു ഡയറക്ഷനിലേക്ക് ആവുമോ ചൂണ്ടിക്കാണിക്കുക? അപ്പൊ അതറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ? 4 bar magnets, thread and a scale. What we are taking is 4 bar magnets and a thread and a scale. Take a bar magnet, suspend it horizontally using a thread. അല്ലെ? ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ട് തൂക്കിയിടും. In such a way that is balance ചെയ്യുന്ന രീതിക്ക്. Ensure that there are no magnetic substances nearby. അപ്പൊ നമ്മൾ എന്താ ഉറപ്പ് വരുത്തേണ്ടത്? മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സബ്സ്റ്റൻസസും അതിന്റെ അടുത്തില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. Then after that, in which direction are the poles when the magnet come to rest? That is, we have to see whether the poles are from which direction. Suspend the other 3 magnets like this in different places. അപ്പൊ ഇതുപോലെ തന്നെ വേറെ മാഗ്നറ്റും ഇതുപോലെ സസ്പെൻഡ് ചെയ്യണം. Are all the magnets at rest in the same direction? അപ്പൊ എല്ലാ മാഗ്നറ്റും നിശ്ചലാവസ്ഥയിലാണോ എന്നാണ് ചോദിക്കുന്നത്. Which is the direction? ഏത് ഡയറക്ഷനിലേക്കാണ് അത് പോയിന്റ് ചെയ്യണത്? Are the markings north and south and north on the bar magnet that you have been used? അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച മാഗ്നറ്റില് നോർത്തും സൗത്തും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? Is in the end marked S അല്ലെ? ഒരു വശം എന്താണ്? S, south direction, and the other side which is end mark, that is north direction. On the magnets having no markings, mark N on the end directed to the north and S on the other side. All the magnets to rotate, allow the magnet to rotate. അല്ലെ? മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ അലോ ചെയ്യുക. All the magnet come to rest. എല്ലാ മാഗ്നറ്റും ഒപ്പം തന്നെ നിൽക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Freely suspended magnet always come to rest in the north south direction. അപ്പൊ when they are not moving, when they are in the rest position, അപ്പൊ ഏത് ഭാഗം സൂചിപ്പിക്കുക? north south direction. When do we make use of this north south directive property of magnets? എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാറ്? അല്ലെ? When we are traveling in a ship to find the direction. പിന്നെയോ to know the direction inside a forest. അല്ലെ? കാട്ടിലൊക്കെ പോണ സമയത്ത് ആൾക്കാർ ഇത്
കോമ്പസ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്? ഡയറക്ഷൻ മനസ്സിലാക്കാൻ. When poles come nearer, you now know that magnets can attract certain metals. അല്ലെ, മാഗ്നറ്റ് എന്ത് ചെയ്യും? ചില മെറ്റൽസിനെ അട്രാക്ട് ചെയ്യാറുണ്ട്. Does a magnet attract another magnet? ഒരു മാഗ്നറ്റ് വേറെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യോ? ആക്ടിവിറ്റി ടേക്ക് ടു മാഗ്നറ്റ് ഓൺ. അപ്പൊ ഇത് അറിയാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം. എന്താ അത്? ടേക്ക് ടു മാഗ്നറ്റ് ഓൺ വിച്ച് നോർത്ത് ആൻഡ് സൗത്ത് ആർ മാർക്ക്ഡ്. അപ്പൊ രണ്ട് മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലേസ് വൺ ദം ഓൺ സർഫസ്. ഒന്ന് എന്ത് താഴെ വെച്ചിട്ടുണ്ട്. ബ്രിങ് ദ പോൾ ഓൺ ദ അതർ മാഗ്നറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ മാഗ്നറ്റ്. പിന്നെ അടുത്ത മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവന്നു അല്ലെ, ഇതിന്റെ നടുക്ക്. വാട്ട് ഡു യു ഒബ്സർവ്? Is it to the middle part of the first magnet that the second magnet is attract? Place the magnet closer to each other. Which pole sticks to each other? Examine the figures. Which of them are correct? അപ്പൊ കറക്റ്റ് ഏതാണ്? North will attract to the south will attract to the north and north will attract. Like poles എന്താവും? repel ചെയ്യും. Unlike poles attract each other. That is the principle behind the magnet. Okay. Situation of attraction and repulsion. Attract each other when the magnets. അപ്പൊ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ഏതാണ്? സൗത്ത് നോർത്തിലേക്ക് അട്രാക്ട് ചെയ്യും, നോർത്ത് സൗത്തിലേക്ക് അട്രാക്ട് ചെയ്യും. ഒരേപോലെ ഉള്ളത് റിപ്പൽ ചെയ്യും. Poles of the same type in magnets are the like poles and those in different poles are unlike poles. Like poles repel each other. Like poles എന്ന് പറയുന്നത് ഏതാ? എസും എസും repel each other അല്ലെ. Whereas unlike poles എന്നും എസും എന്ത് ചെയ്യും? attract each other. Then let's make a magnet. നമുക്കൊരു മാഗ്നറ്റ് ഉണ്ടാക്കിയാലോ? Can magnetic substances be made up of magnet? അല്ലെ, മാഗ്നറ്റിക് സബ്സ്റ്റൻസും കാന്തിക വസ്തുക്കളും എന്താണ്? കാന്തം കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നാ ചോദിക്കണം. ഇതറിയാൻ വേണ്ടിയിട്ട് വേറൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. അതിൽ എന്തൊക്കെയാ ആവശ്യം? മെറ്റീരിയൽസ് റിക്വയർഡ് പവർഫുൾ മാഗ്നറ്റ്, എ ബിഗ് സ്വീയിങ് നീഡിൽ അല്ലെ, ഒരു മൊട്ട് മീൻസ് തുന്നണ സൂചി ആൻഡ് എ ബ്ലേഡ്. ആക്ടിവിറ്റി പ്ലേസ് ദ നീഡിൽ ഓൺ ദ സർഫസ്. നീഡിൽ എന്ത് ചെയ്യും? സർഫസിൽ വെക്കും. യൂസിങ് വൺ പോൾ ഓഫ് ദ മാഗ്നറ്റ് റബ് ദ നീഡിൽ ഫ്രം one end to the other. അതായത് ഒരു പോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണം? റബ് ദ നീഡിൽ ഫ്രം one end to the other. ഈ നീഡിൽ റബ് ചെയ്യണം ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക്. റിപ്പീറ്റ് ദ പ്രോസസ് ബൈ ലിഫ്റ്റിംഗ് ദ മാഗ്നറ്റ് ആൻഡ് ബ്രിങ്ങിങ് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. എങ്ങനെ? ബൈ ബ്രിങ്ങിങ് ടു ദ ഒറിജിനൽ പൊസിഷൻ. റബ് ദ നീഡിൽ. അപ്പൊ എത്ര പ്രാവശ്യം റബ് ചെയ്യണം? 15 to 20 times നമുക്കിത് റബ് ചെയ്യണം. റബ് യൂസിങ് വൺ പോൾ ഓൺലി. ഒരു പോൾ ഉപയോഗിച്ചിട്ട് മാത്രം റബ് ചെയ്യുക. റബ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു പോൾ മാത്രം യൂസ് ചെയ്യുകയും ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു ഡയറക്ഷനിൽ മാത്രം റബ് ചെയ്യുകയും ചെയ്യണം. How will you find out whether these needles have acute magnetism or not? അപ്പൊ ഇതിന് മാഗ്നറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുക? Can this magnetized needle be used in determining the poles of magnet? അപ്പൊ ഈ നീഡിലിന് നമുക്ക് പോൾസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? Suspend the needle using a thread in such a way that is balanced. അപ്പം നീഡിൽ ഇനി എന്ത് ചെയ്യും? നമ്മൾ തൂക്കിയിടുകയാണ്, ബാലൻസ് ചെയ്ത് തൂക്കിയിടുകയാണ്. Bring a bar magnet near the needle. എന്നിട്ട് ഒരു ബാർ മാഗ്നറ്റ് നീഡിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. What do you observe? Bring the other end of the near the needle. Record your findings in your science diary. Can you find the polarity of the magnetized needle? Similarly, magnetize a blade. Take a vessel, fill with water, gently place the blade on the water so that it floats. What? Blade comes to rest in the north-south direction. Range of attraction. എങ്ങനെയാത്? To what distance can a magnet attract other substance? എത്ര ദൂരത്തേക്ക് ഒരു മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും? Is the attractive power of the magnet same everywhere? എല്ലാ സ്ഥലത്തും ഇത് ഒരുപോലെ ആയിരിക്കുമോ? മെറ്റീരിയൽ റിക്വയർഡ് എന്താണ്? മാഗ്നറ്റ്, നീഡിൽ, സ്കെയിലും സ്റ്റാൻഡും അല്ലെ. സസ്പെൻഡ് ദ നീഡിൽ യൂസിങ് ദ ത്രെഡ് ഇൻ സച്ച് എ വേ. അപ്പൊ നീഡിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്. പ്ലേസ് ദ സ്കെയിൽ ഓൺ ദ ടേബിൾ ഇൻ സച്ച് എ വേ ദാറ്റ് വൺ എൻഡ് ഓഫ് ഇറ്റ് ഈസ് ബിലോ ദ നീഡിൽ. അപ്പൊ ഒരു എൻഡ് എന്താണ്? one end it is below the needle. ഒരു എൻഡ് നീഡിലിന്റെ സൂചിയുടെ അടിയിലേക്ക് വരത്തക്ക വിധം. സ്റ്റോപ്പ് മൂവിങ് ദ മാഗ്നറ്റ് വെൻ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് ഫെൽറ്റ്. അപ്പൊ ഈ മൂവ്മെന്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എപ്പോ? ഈ മാഗ്നറ്റിന് എന്ത്? സ്റ്റോപ്പ് മൂവിങ് വെൻ ദ അട്രാക്റ്റീവ് ഫോഴ്സ്. ഈ നീഡിലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരുമ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും.
Slowly move the magnet towards the needle. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ മാഗ്നറ്റ് നീഡിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. Observe the changes in the needle in each instance. Is there a change in the attractive force of bringing the magnet needle near the needle? Where is the force of attraction of the needle at the maximum? It will be maximum at the poles and will get easily attracted to the magnet. What is the force of attraction of the needle at the maximum? Place an A4 chart paper on the table as shown in the figure. Sprinkle some iron dust over it closely. Bring the magnet below the paper. Gently tap the paper. Place the extent of the magnetic field by observing the movement of the iron dust. Record the magnet. നമ്മൾ iron dust മുകളിൽ വെച്ചിട്ട് magnet താഴെ കൂടെ ആക്കുമ്പോൾ എന്താ അത് ചലിച്ചുകൊണ്ടിരിക്കും അല്ലേ? Magnetic strength is stronger at the region near the poles. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ അത് പോൾസിന്റെ അവിടെ ആയിരിക്കും എന്ത് magnetic attraction കൂടുതൽ. As the distance from the pole increases അല്ലെ പോളിൽ നിന്ന് മാറും തോറും എന്താണ് strength weaken ചെയ്യും. Region around a magnet when the force of magnet is felt is the magnetic field. Is the attractive power same for all magnet? Attractive power എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? Is there a difference while using U magnet? U magnet യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Write down in the difference in the science diary. This you have to write in the science diary. പിന്നെ അടുത്ത എന്താ? Let's collect magnets. അപ്പം കുറച്ച് magnet collect ചെയ്യുക. എങ്ങനെയാ? These are magnet in toys, vanity bag, purse. ഇതിലൊക്കെ magnet കണ്ടിട്ടില്ലേ? Examine discard. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കളഞ്ഞ ടോയ്സിന്റെ സ്പീക്കേഴ്സ്, മിനി മോട്ടോഴ്സ്, ഡോണ്ട് യു സി മാഗ്നറ്റിസം, ഇതിലൊക്കെ നമ്മൾ മാഗ്നറ്റ് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇത് കളയണ സമയത്ത് ഇത് എന്ത് ചെയ്യുക? അതൊക്കെ ഇതിൽ നിന്നും മാറ്റുക. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള ടോയ് ഉണ്ടാക്കുക. അപ്പൊ അതിന് എന്തൊക്കെയാ ആവശ്യം? തെർമോകോള്, സ്മോൾ റിംഗ് മാഗ്നറ്റ്, പിന്നെ സ്ട്രിങ്, പിന്നെന്താ എ സ്മോൾ വുഡൻ സ്റ്റിക്ക്, മെറ്റൽ സ്ക്രൂ. മേക്ക് എ മോഡൽ ഓഫ് ഫിഷ് യൂസിങ് തെർമോകോൾ. തെർമോകോൾ ഉപയോഗിച്ചിട്ട് ഫിഷിന്റെ ഒരു മോഡൽ വരയ്ക്കുകയാണ്. പിന്നെ ഫിക്സ് എ മെറ്റൽ സ്ക്രൂ ഓൺ ദ മൗത്ത് ഓഫ് ഈച്ച് അല്ലേ? പുട്ട് ദ ഫിഷ് ഇൻ ടു വാട്ടർ. എന്നിട്ട് വെള്ളം എടുത്തിട്ട് മീൻ അതിലേക്ക് ഇടുന്നു. മേക്കിംഗ് എ ഫിഷിംഗ് റോഡ് യൂസിങ്. അപ്പൊ ഫിഷിംഗ് റോഡ് എന്ത് വെച്ചിട്ടാ ചെയ്തത്? സ്മോൾ വുഡൻ സ്റ്റിക്ക് അല്ലെ? മരത്തിന്റെ ഒരു കഷ്ണം കൊണ്ട് ചെയ്തു. സ്ട്രിങ് അതിന്റെ റിംഗ് മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്ത് റിംഗ് മാഗ്നറ്റ്. Can you catch the fish using the fishing rod? Try to design the following tools using magnets. Doll that clings together. ആ ക്ലിങ്സിനെ ഒപ്പം ചലിക്കാൻ വെക്കുക. ബേർഡ് ദാറ്റ് റിമെയിൻസ് ഓൺലി. പക്ഷി എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻ എന്താണ്? നെല്ലിന്റെ അകത്ത് that swim towards the rice grain അല്ലെ? നമ്മൾ കുറച്ച് നെല്ലിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് അതിന്റെ അടുത്ത് അല്ലെങ്കിൽ അരിവറ്റിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ അടുത്തേക്കാണ് അത് നീങ്ങുന്നത്. ഡയറക്റ്റഡ് ടു ദ പന എന്താണ്? സൗത്ത് ഡയറക്ഷനിലേക്കാണ് നീങ്ങുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ that's all about this chapter. Here in this chapter we study all about the magnet. If you are interested, please do share, like and subscribe my channel. Okay, thank you.